അവർക്കും കേളിയും ഇടയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ദുർഗ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ കിരണും ദുർഗയും സംസാരിക്കുകയാണ്. കാരണം ഈ കേസിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കുകയാണ്. എന്തായാലും നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. അവരുടെ അമ്മയ്ക്ക് നല്ല സ്വാധീനമുണ്ട് മന്ത്രിയായിട്ട്. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തായാലും സാറിനെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറയുകയാണ്. അപ്പൊ അതിനു മുമ്പേ ആണെങ്കിൽ വിനോദ് വിളിച്ച് ഇവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ CA വന്നിരുന്നു, ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് പോയതെന്ന് പറയുന്നു. അതുമല്ല മന്ത്രി ഇടപെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അയാൾക്ക് ട്രാൻസ്ഫർ ഒന്നും ആയിട്ടില്ലെന്ന് അറിയിക്കുകയാണ്. അപ്പൊ അതിനുശേഷമാണെങ്കിൽ ദുർഗയ്ക്കും കിരണും ആകെ ടെൻഷനാവും. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച് എന്തായാലും ഇങ്ങനെ ഒരു പണി വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കാരണം അവർക്ക് അത്രയും സ്വാധീനമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ജോർജ് സാറിനെ ഒന്ന് വിളിക്കാന്ന് പറയുന്നത്, കാര്യങ്ങൾ അന്വേഷിക്കാന്ന് പറയാം. അങ്ങനെ ജോർജ് സാറിനെ വിളിക്കുക. അപ്പൊ ജോർജ് സാർ പറയും ശരിയാ, മന്ത്രി ഇടപെട്ടിട്ടാണ് അയാളുടെ ട്രാൻസ്ഫർ മാറ്റിയത്. ഇനിയിപ്പം നമുക്ക് വേറൊരു വഴിയുള്ളൂ, കോടതിയിൽ നമ്മൾക്ക് മൂവ് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ ദുർഗ പറയും അതിന് കാലതാമസം എടുക്കില്ല സാർ. അപ്പൊ പറയും ജോർജ് സാർ വേറെ വഴിയില്ലല്ലോ ദുർഗ, ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു പറയും. അപ്പൊ ദുർഗ പറയാം ഞങ്ങൾ നോക്കട്ടെ, എന്താ സാർ എന്തായാലും വെയിറ്റ് ചെയ്യാന്ന് പറയാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യും. അപ്പൊ ദുർഗയും കിരണും പറയും ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ, നമുക്ക് പൂർണ്ണിമേച്ചിയോട് സംസാരിച്ചാലോ എന്ന് ചോദിക്കുക. അപ്പൊ കിരൺ ചോദിക്കുക എന്താന്ന് ചോദിക്കുമ്പോ എന്ന് പറയാം. അങ്ങനെ പൂർണ്ണിമയുടെ അടുത്തില്ല. അപ്പൊ പൂർണ്ണിമ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൂർണ്ണിമയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. എന്താ നിങ്ങൾ എന്നോട് ചോദിക്കാൻ വന്നതെന്ന് ചോദിക്കും. അപ്പൊ പറയും ചേച്ചി ഞങ്ങളൊരു കാര്യം അറിയാൻ വേണ്ടി വന്നേ, ആ പെൻഡ്രൈവ് തന്നിട്ട് ചേച്ചി ഇതുവരെ അതിനെക്കുറിച്ച് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയും. അപ്പം പൂർണ്ണിമ പറയാം അതെ, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ടേ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുള്ളൂ. അതുപോലെ മന്ത്രിക്കെതിരെയാണ്, അപ്പം എല്ലാ തെളിവുകളും ഉണ്ട്. പക്ഷെ അതിന്റെ വിശ്വസ്തത മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. നമ്മൾ സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. മന്ത്രിക്കെതിരെയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നതെന്ന് പറയേ. ഓ ശരി ചേച്ചി, പക്ഷെ നിങ്ങൾ എന്തിനാ വന്നത്? നിങ്ങൾക്ക് വേറെ എന്തോ അറിയാനല്ലേ വന്നതെന്ന് പറയാം. അതേ ചേച്ചി, അതാ വിനോദിനിയുടെ കേസിന്റെ കാര്യത്തിൽ ആ CA അവർക്ക് അനുകൂലമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് നീതി കിട്ടത്തില്ല. പക്ഷേ മന്ത്രി ഇടപെട്ടിട്ടാണ് ആ ട്രാൻസ്ഫർ പോലും CAയുടെ തടഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയില്ല ചേച്ചി. പക്ഷേ ഈ വാർത്ത വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നന്നായി നടക്കും, അവൾക്ക് നീതിയും കിട്ടുമെന്ന് പറയും. അപ്പോൾ പൂർണ്ണിമ പറയും അവൾക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയേ. അങ്ങനെ ദുർഗയും കിരണും കൂടെ പോകും. അപ്പൊ പൂർണ്ണിമ എന്ത് ചെയ്യുന്നു വെച്ചാൽ, പൂർണ്ണിമ ഈ സമയത്താണെങ്കിൽ നമ്മുടെ താരയാണെങ്കിൽ നമ്മുടെ ആഷിതയെ കടന്ന് വിളിക്കുക. ആഷിതയ്ക്കാണെങ്കിൽ ദേഷ്യം വരും. ആഷിത ഫോണൊന്നും എടുക്കത്തില്ല, ഫോണൊക്കെ മാറ്റി വെക്കും, ഫോൺ സൈലന്റ് ഒക്കെ ആക്കി വെക്കുക. അപ്പൊ അത് ആരോ വിചാരിക്കുമ്പോൾ എന്താണ് ഈ ഫോൺ എടുക്കാത്തതെന്ന്. ഈ സമയത്ത് തന്നെ ന്യൂസില് മന്ത്രിയെ പറ്റിയുള്ള ഇതെല്ലാം ഇന്ദ്രപ്രസ്ഥം TV-യിലൂടെ പൂർണ്ണിമ വിടുകയാണ്. ആ സമയത്ത് താരയുടെ ഒരു ഒരാൾ, താരയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് പറയാം അതെ, ഇന്ദ്രപ്രസ്ഥം TV-യിൽ മന്ത്രിയെ പറ്റിയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, നമുക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കുക. അത് വേണ്ട എന്ന് പറയേ. അപ്പൊ താര പറയും ഇനിയിപ്പോ പെൻഡ്രൈവ് കിട്ടിയിട്ടും കാര്യമില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യാനാന്ന് പറയേ. ഇതേ സമയം മേനോനും നമ്മുടെ പൃഥ്വിയെ വിളിക്കുന്നു. നീ എന്തിനാടാ ഇങ്ങനെ ഇരിക്കുന്നത്? നിന്റെ വീട്ടിൽ ഒരു കാര്യം എടുത്തു തരാൻ പറഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പൊ പറയാം ഞാൻ കണ്ടില്ല എന്നൊക്കെ പറയാം. അപ്പൊ മേനോൻ നല്ല രീതിയിൽ തന്നെ പൃഥ്വിക്കിട്ട് കൊടുക്കുവേ. അപ്പൊ പൃഥ്വി പറയാം അയ്യോ സാറേ അങ്ങനെ പറയില്ല, നീ എന്തിനാടാ അങ്ങനെ ഇരിക്കുന്നത്? നിന്റെ വീട്ടിൽ നടന്ന ഒരു കാര്യം പോലും നിനക്ക് ചെയ്തു തരാൻ പറ്റുന്നില്ല, പിന്നെ നീ എനിക്ക് എന്തിനാടാ എന്റെ സ്റ്റാഫായിട്ട് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ കൊടുക്കും. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് പോകും. പിന്നെ പൃഥ്വിക്ക് ആകെ ടെൻഷനാവും. അങ്ങനെ മൊത്തത്തിൽ എല്ലാം ഇതാവുകയെ. അങ്ങനെ ഈ കേസ് ഈ TV-യിലും ന്യൂസിലും എല്ലാം വരാൻ തുടങ്ങും. അങ്ങനെ വിനോദിനിയുടെ അമ്മായിയമ്മയും അമ്മായിയപ്പനും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുകയാണ് ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു. അപ്പൊ അച്ഛൻ പറയും ആ മൂന്നാറിലെ റിസോർട്ടിന്റെ കാര്യം ഇനിയിപ്പോ എന്ത് ചെയ്യുക, അതിന് പൈസ കൊടുക്കാനുള്ള കാര്യമായി, അതിനെന്തിനാ ഇവനെ ഇപ്പം നമുക്ക് രണ്ടാമത് വിവാഹം കഴിപ്പിക്കുക, അപ്പൊ ആ പൈസ കിട്ടുമല്ലോ അതെടുത്ത് കാര്യങ്ങൾ ചെയ്യാന്ന് പറയും. 10 മാസം ടൈം ഉണ്ടല്ലോ എന്ന് ചോദിക്കും. ഇനിയിപ്പം നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. അപ്പൊ ഇവര് ഈ CA സ്ഥലം മാറ്റാത്തതിന്റെ ആഘോഷം നടക്കുകയാണ്, പായസമൊക്കെ കുടിച്ച്. അപ്പം അനിയത്തി പറയാം അതെ, ചേട്ടനാണെങ്കിൽ അവിടെ ഗൾഫിൽ വല്ലാത്ത ബുദ്ധിമുട്ടില്ല, കുറച്ച് പൈസ എന്തെങ്കിലും വേണമെന്നാ പറയുന്നതെന്ന് പറയും. അന്നേരം ഇവളുടെ അമ്മ പറയും അതിന് വേണ്ട, ഇനിയിപ്പോൾ അത് അവിടെ ബിസിനസ്സും ചെയ്യേണ്ട, അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി എന്ന് പറയും. ഇവനൊക്കെ നാണമില്ലേ ഭാര്യ വീട്ടിൽ നിന്ന് പൈസ വാങ്ങാന്ന് ചോദിക്കുക. അപ്പം മകൻ ഉടനെ ചോദിക്കും നമ്മളും ചെയ്യുന്നത് അതല്ലേ എന്ന് ചോദിക്കുക. അതൊന്നുമല്ല, നീ എൻ്റെ മകനല്ലേ, അതിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയേ. അപ്പൊ ഈ സമയത്താണ് ഇവർക്കൊരു ഫോൺ കോൾ വരുന്നത്, മന്ത്രി രാജിവെച്ചെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇവർക്ക് ആകെ ടെൻഷനാകും. അപ്പം മകൻ പറയും ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ കേസ് നമുക്കെതിരെ തിരിക്കാനുള്ള ഇതാണെന്ന് പറയാം. അപ്പം ന്യൂസ് വയ്ക്കാൻ പറയാം. അങ്ങനെ ന്യൂസ് വയ്ക്കുമ്പോഴത്തേനും മന്ത്രി രാജിവെച്ചതും മന്ത്രി മാധ്യമങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. മന്ത്രി പറയുന്നത് ഇതൊരു തെറ്റിദ്ധാരണയുടെ പേരിലാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ കൈകൾ ശുദ്ധമാണ്, അന്വേഷണം നടക്കട്ടെ, അന്വേഷണ ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വരും, പാർട്ടി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ രാജിവെച്ചതെന്നൊക്കെ പറയേ. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട് വിനോദിനി കേസിൽ സാർ ഇടപെട്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ പറയുന്നത് ഞാൻ എന്തിനാ പോലീസുകാരുടെ കാര്യത്തിൽ ഇടപെടും, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും, എന്റെ കൈകൾ ശുദ്ധം തന്നെയാണെന്നുള്ള രീതിയിൽ പറയും. അതോടെ ഇവർക്ക് ആകെ ടെൻഷൻ. അപ്പൊ ഇവർക്ക് മനസ്സിലാവും നമുക്കെതിരെ അവർ ഇന്ദ്രപ്രസ്ഥം TV-യിൽ അവരെന്ന് അവിടെ ഉണ്ടായിരുന്നു, ഇത് നമുക്കെതിരെയുള്ള പണി തന്നെയാണെന്ന് മനസ്സിലാകുകയാണ്.
ഇതിന് ശേഷമാണെങ്കിൽ നമ്മുടെ പൂർണ്ണിമയെ എല്ലാവരും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യും. പൃഥ്വിയാണെങ്കിൽ ആകെ ദേഷ്യപ്പെടും, ചേച്ചി എന്തിനാ ന്യൂസ് വിട്ടത്, ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു ചേച്ചിക്ക് അറിയോ എന്ന് പറയും. അപ്പൊ എല്ലാവരും പൂർണ്ണിമയെ കുറ്റപ്പെടുത്തും. അപ്പൊ ദുർഗയും കിരണും കൂടെ പൂർണ്ണിമയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയെ. അപ്പം ലാസ്റ്റ് പൂർണ്ണിമ പറയും, ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾ ആരും ഇടപെടണ്ട, ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പുറത്തു വിട്ടിട്ടുള്ളൂ, അതിന് മാത്രമേ കൂട്ടു നിൽക്കുകയുള്ളൂ, നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കത്തില്ലെന്നും പറഞ്ഞിട്ട് ഉറപ്പ് കൊടുക്കുകയാണ്. പിന്നീട് നമ്മുടെ വസുമതിയും ആഷിതയും കൂടെ വസുമതിയാണെങ്കിൽ പറയും ഞാൻ വീട്ടിൽ പോട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ പറയും അമ്മ എന്താ ഒളിച്ചു കൊടുക്കുകയാണ്, ഇനി ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ട, നീ എൻ്റെ കൂടെ വാ, ഇവിടെ ഇനി മൊത്തം പ്രശ്നമായിരിക്കും എന്നൊക്കെ പറയും. അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, ഇവിടെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അങ്ങോട്ടേക്ക് വരത്തില്ല, ദുർഗയും കിരണെ ഇവിടെ നിന്ന് ആദ്യം പുറത്താക്കണം, അതിന് വേണ്ട കാര്യങ്ങൾ ആലോചിക്കാൻ അമ്മ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുകയാണ്. പിന്നീട് നമ്മുടെ വിനോദിനെ കൊന്ന് അവരുടെ വീട്ടിലേക്ക് പോലീസുകാരും എല്ലാവരും എത്തുകയാണ്. പുറകെ നമ്മുടെ ദുർഗയും കിരണും കൂടെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.